വിജയ് മാധവ് എൻ ജീവിതത്തിൽ ഒരു കുട്ടി കൂടി ജനിക്കുവാണെങ്കിൽ പേരിടത്തില്ല, പേരില്ലാത്തൊരു കുട്ടി ആയിരിക്കും മിക്കവാറും വിജയ് മാധവനുണ്ടാകുന്നത്. കേരളം. നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പേര് നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അന്നൊക്കെ പഴയ കാലങ്ങളിൽ അമ്മാവന്മാർ ഒക്കെ ഓരോ പേര് നിർദ്ദേശിക്കും. അത് മിക്കവാറും എല്ലാം ഭഗവാനുമായൊക്കെ ബന്ധപ്പെട്ടതായിരിക്കും. നാരായണൻ, കേശവൻ, അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ ആയിരിക്കും. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ന്യൂമറിക്, ആസ്ട്രോ, ഇങ്ങനെ പല രീതിയിൽ ഈ കണക്കുകളുടെയും പിന്നെ കുറേ ആത്മീയതയുടെയൊക്കെ കാര്യങ്ങളിൽ ചിലർ പോകുന്നുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന ഒരു പാർട്ടിയാണ് വിജയ് മാധവ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇദ്ദേഹം പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ഒരു നല്ല ഗായകനായിട്ട് കയറി വന്ന ഒരു പയ്യനാണ്. ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് അത് പാർട്ണർ എന്ന് പറയുന്നത് ദേവിക നമ്പ്യാരാണ്, അതായത് ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവർക്കൊരു കുട്ടി പിറന്നു. അതിൻ്റെ പേരിടിയിലും അതിൻ്റെ വിവാദങ്ങളുമാണ്. ആദ്യം ആ പേര് അവർ തന്നെ ഒന്ന് പറയും. അറിയിച്ചു കൊള്ളുന്നു. പറയാൻ പോവാണ്, പേര് പറയാൻ പോവാണ്. വളരെ വിചിത്രമാണ് ആ പേര്. പേര് ഓം പരമാത്മ. 30/1/2025 ജനനം. സെക്സ് ഫീമെയിൽ. ബാക്കി അഡ്രസ്സുകളൊക്കെ എഴുതി കൊടുക്കണം. ഓം പരമാത്മ. ഇതൊരു കേൾക്കുമ്പോഴേ അറിയാം, ഈ വിജയ് മാധവ് ഒരു എക്സ്ട്രീം ഇതാണ്, ഡിവോഷൻ രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളിയുടെ എല്ലാ സംസാരങ്ങളിലും നമ്മൾ കാണുന്നത്. അപ്പം ഓം പരമാത്മ എന്നൊക്കെ ഞാൻ വിചാരിച്ചപ്പം ഒരു മെയിലായിരിക്കും എന്നാണ്. പക്ഷേ എൻ്റെ കണക്കൂട്ടലും തെറ്റി, ഫീമെയിലാണ്. എന്തായാലും ശരി, അതങ്ങ് കത്തിക്കയറിയിരിക്കുകയാണ്. കേരളത്തിലെ ഭയങ്കരമായ വിവാദങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു പേരിട്ടു, ആത്മജ മഹാദേവ. അതിൻ്റെ കോട്ടമൊന്നും മാറി വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് രണ്ടാമത്തെ ഈ ഒരു പേരിടിയിൽ. എന്തായാലും ശരി, ഈ പേരിടിയിലിൻ്റെ പേരിൽ എന്തിന് കരച്ചിലും പിഴിച്ചിലും. അവർക്ക് അവരുടെ തോന്നലുകൾ അവർ പറഞ്ഞോട്ടെ. ലൈഫിൽ അന്ധവിശ്വാസിയാണ് മൂപ്പരെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ജാതകം നമ്മൾ കേൾക്കാറേ പാടില്ല, നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. നമ്മളെ ഒരു അവരുടെ ഒരു വ്യക്തി, ഇവരൊരു പബ്ലിക് ആർട്ടിസ്റ്റാണ്. പക്ഷേ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഇപ്പോഴത്തെ ചില പേരുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതൊരു ആത്മീയ തലത്തിലുള്ളൊരു പേര്, അത് അവരുടെ ഒരു വിശ്വാസമാണ്. അവർക്കിപ്പം ഒരു ഈശ്വര വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ വേറൊരു പേരിടും. ചിലർ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട പേരിടും, ചിലർ ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേരിടും. നമുക്കറിയാം ഹിന്ദുക്കൾ അങ്ങനെ നാരായണൻ, കേശവൻ, ഇങ്ങനെ ജനാർദ്ദനൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം ഭഗവാനുമായി ബന്ധപ്പെട്ട പേരുകളാണ് പണ്ട് ഇടുന്നത്. അതിനൊന്നും ഇത്രയും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു അന്നൊന്നും. ഇപ്പോഴും ചില വലിയ വ്യക്തികളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു അയ്യോ കേശവൻ IAS എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിശയിച്ചു. കാര്യം അന്നത്തെ കാലത്ത് ഇതൊന്നും ആരും വിമർശനവുമില്ല, ആരും ഇത് ക്രിട്ടിസൈസ് ചെയ്യാനും വരത്തില്ല. അവനാ പേരിട്ട് അത് സമൂഹം ഉൾക്കൊള്ളൂ. ഇപ്പം അതല്ല, എന്തിനും അങ്ങ് വിമർശനങ്ങളുടെ ഒരു ലോകമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ശരി, ഇവരെ 2 ദിവസമായി എയറിൽ നിർത്തിയിരിക്കുകയാണ്. സ്പിരിച്വാലിറ്റി പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ എൻ്റെ ലൗകിക ജീവിതം സത്യം പറഞ്ഞാൽ ഒരു വിജയ് മാധവ് അത് സഹിക്കും. ആ കമൻറ്റിയുടെ ഒരു 3000 കമൻറ്റോളം വന്നിട്ടുണ്ട്. ഇതിനകത്തിൽ ഓം പരമാത്മ സമാധിയാകുന്നു, 18 വയസ്സ് കഴിയുമ്പോൾ ഈ കൊച്ചിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയൊക്കെ ആകുമ്പം ജനിച്ച് വീഴുമ്പോഴേ ഇങ്ങനെ വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് സ്കൂള് തലത്തിലും അല്ലെങ്കിൽ കോളേജ് തലത്തിലും ഒക്കെ പോകുന്ന ഒരു കുട്ടിയാകുമ്പം ഭാവിയിൽ ഇത് എന്തൊക്കെ നേരിടും. ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം അവിടെ കിടക്കുകയാണ്. വീണ്ടും ഇത് കുത്തിപ്പൊക്കി അതിൻ്റെ ജീവിതം വേണ്ടി വന്ന് തകർത്ത് കളയും. അപ്പോൾ എന്തായാലും ശരി, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഓരോ രീതികളാണ്. ഞങ്ങളെ കുട്ടി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 9 മാസം വളർച്ച കുറവായിരുന്നു, പിന്നെ വളരുന്നുണ്ട്. അതിനാ കുട്ടിക്ക് പറയാൻ പറ്റാത്തത്ര അസുഖങ്ങളും എന്തൊക്കെയോ പറഞ്ഞു ആത്മിച്ചേനെ. അത് ഇവർക്ക് പിന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ തന്നെ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായാണ് അങ്ങനൊരു കുട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിലെ ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷകളാണ് കുട്ടി, അതിൻ്റെ ജനനം, മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചും അത് വളരെ കുറച്ചുകൂടെ
ഇവരൊരു ആർട്ടിസ്റ്റുകളൊക്കെ ആകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോഴത്തേക്ക് പിന്നുള്ള കാര്യങ്ങൾ പിന്നെ പറയണോ? ഇതിപ്പം ബ്രേക്ക് പിടിച്ചിരിക്കുകയാണ്. വിജയമാധവ് 2 ദിവസം കൊണ്ട് ഇതിനെല്ലാം ഒരു ബ്രേക്ക് ഇട്ടേക്കുകയാണ്. ചില സംഭവങ്ങൾ പറയുന്നതൊക്കെ ഇങ്ങനെയുള്ള പേരിടുന്നത് എന്നൊക്കെ പുള്ളി ഇപ്പം പിന്മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് മറ്റേ ലോകം കീഴടക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പം കിട്ടിയതിലെല്ലാം ഞാൻ ഹാപ്പിയാണ്. എന്തായാലും ശരി, പുള്ളിക്ക് വിജയമാധവനെ സംബന്ധിച്ചിട്ട് ഈ ഒരു പേരിട്ടതിലൊന്നും പുള്ളിക്ക് നിരാശയില്ല. പക്ഷേ ആ ദേവിക സത്യത്തിൽ തളർന്നുപോയി. അതിന് ഇവരുടെ ബന്ധം ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ആദ്യഘട്ടങ്ങളിലുണ്ടായി ഇവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായതായി പറയുന്നുണ്ട്. അപ്പോൾ ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കമൻറ്റുകളുടെ ഒരു കളികളായിരുന്നു. അപ്പം ഈ പേരിടുന്നതിന് ദേവിക ആലോചിച്ചില്ല, സെൽഫിഷാണ്. പിന്നെ കുറേ നികൃഷ്ടമായ ഭാഷകൾ ചേർത്തിട്ടുള്ള ഈ 3000 കമൻ്റ് എന്ന് പറയുമ്പം ആലോചിച്ചോണം. ഇതൊക്കെ പ്രത്യേകിച്ച് ഇതിനകത്തിൽ ചില ഈ പേരിൽ വെച്ചിട്ട് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവർ അത് വെച്ച് ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും ശരി, ഇപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നിപ്പോൾ അവർ വന്നിരിക്കുകയാണ്. ഏതായാലും ശരി, വിജയമാധവ് എന്നും ജീവിതത്തിൽ ഒരു കുട്ടി കൂടി ജനിക്കുവാണെങ്കിൽ പേരിടത്തില്ല, പേരില്ലാത്തൊരു കുട്ടി ആയിരിക്കും മിക്കവാറും വിജയമാധവനുണ്ടാകുന്നത്. ഹോം ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഓൺ കമ്പനിയുടെ പേരാണ് ഒരു ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ വെബൊക്കെ ആയിട്ടുണ്ട്, അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിനകത്ത് ഓമുണ്ട്. ഓം എന്ന് പറയുന്നത് ഓമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പോകണമെങ്കിൽ ഈ ഓം എന്ന് പറയുന്നത് തന്നെ ഇത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പവറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ആധ്യാത്മികമായ കാര്യങ്ങൾ, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും ശരി, വിജയമാധവ് പേരിടിയിൽ ഇനിയും ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇനി ജന്മമുണ്ടെങ്കിൽ മാറ്റാൻ പറ്റത്തില്ല. അല്ല, ഇനി ജന്മമുണ്ടെങ്കിൽ പേരിടുന്നതിനെ കുറിച്ച് എനിക്ക് ഇങ്ങനെ വായിക്കൊള്ളാത്ത പേരൊക്കെ വരത്തുള്ളൂ. ഇപ്പോൾ കമ്പനിയുടെ പേര് നേസഹസ്രേന, ആത്മജയുടെ പേര് ആത്മജ സെൻറ്റർ, ഓം പരമാത്മ, ഓം ഡിസൈൻസ്. എന്തായാലും ശരി, പുള്ളി ചൊല്ലിട്ടിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.